റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഇന്നലെ മണിക്കൂറുകളോളം അടച്ചിട്ടിരുന്നു. മോസ്കോ ലക്ഷ്യമാക്കിയെത്തിയ 11 യുക്രൈൻ ഡ്രോണുകൾ വ്യോമ പ്രതിരോധ സേന വെടിവച്ചിട്ടതിനു പിന്നാലെയായിരുന്നു ഈയൊരു നടപടി. പിന്നീട് വിമാനത്താവളങ്ങൾ തുറന്ന് സാധാരണ നിലയിൽ പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തു. ഡെമോഡെഡോവോ, വനുക്കോവോ, സുകോസ്വി, ഷെറെമെറ്റീവോ എന്നീ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടത്. സുരക്ഷാ കാരണങ്ങളാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുന്നുവെന്നാണ് റഷ്യൻ സിവിൽ ഏവിയേഷൻ ഏജൻസിയായ റോസാവിയാറ്റ്സിയ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. തന്ത്രപ്രധാനമായ ഈ 4 വിമാനത്താവളങ്ങളെ ലക്ഷ്യമിട്ട് 11 ഡ്രോണുകളാണ് യുക്രൈൻ തൊടുത്തതെന്നും അവയെല്ലാം വെടിവെച്ചിട്ടെന്നും മോസ്കോ മേയർ സെർജി സോബിയാനിൽ വ്യക്തമാക്കി. 1 മണിക്കൂറിനുള്ളിലാണ് ഈ ആക്രമണം നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ന് മാത്രം റഷ്യയിലേക്ക് യുക്രൈൻ ആകെ 71 ഡ്രോണുകൾ അയച്ചെന്നും റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം അവയെല്ലാം തകർത്തെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇന്നലെ അറിയിച്ചു. യുക്രൈൻ അധിനിവേശത്തിന്റെ 4ാം വാർഷികത്തിന് 2 ദിവസം മാത്രം ശേഷിക്കെയാണ് റഷ്യക്കെതിരായ ഈ ശക്തമായ ഡ്രോൺ ആക്രമണം. നിലവിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. എന്നാൽ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് റഷ്യ വ്യക്തമാക്കുകയും ചെയ്തു. യുദ്ധത്തിന്റെ 4ാം വാർഷികത്തോട് അടുക്കുമ്പോൾ മോസ്കോ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈൻ ഡ്രോണുകൾ പതിവായി അയക്കുന്നുണ്ടെന്ന് റഷ്യ ആരോപിക്കുന്നുണ്ട്. മോസ്കോ നഗരത്തെയും തന്ത്രപ്രധാനമായ വിമാനത്താവളങ്ങളെയും ലക്ഷ്യമിട്ടെത്തിയ 11 ഡ്രോണുകളെ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞു. 1 മണിക്കൂറിനുള്ളിലായിരുന്നു ഈ നീക്കം. മോസ്കോയ്ക്ക് പുറമെ റഷ്യയുടെ വിവിധ അതിർത്തി പ്രദേശങ്ങളിലും വ്യാപകമായ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു എന്നാണ് വിവരം. 71 ഡ്രോണുകൾ തൊടുത്തുവിട്ടെന്നും അവയെല്ലാം വിജയകരമായി തടയാനായെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. അതേസമയം ഈ ഒരു ആക്രമണത്തിൽ ആർക്കും തന്നെ പരിക്കു പറ്റിയിട്ടില്ല. വെടിവെച്ചിട്ട ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിൽ പതിച്ചിട്ടുണ്ടോ എന്നും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നും അധികൃതർ പരിശോധിച്ചു വരികയാണ്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മോസ്കോയിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കി കഴിഞ്ഞു. ഫെബ്രുവരി 24-ന് റഷ്യയുടെ യുക്രൈൻ അധിനിവേശം 4ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റഷ്യയുടെ ഉള്ളിലേക്ക് നേരിട്ട് ആക്രമണം നടത്തി തിരിച്ചടിക്കാനാണ് യുക്രൈൻ ശ്രമിക്കുന്നത്. മുൻപൊക്കെ അതിർത്തി നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഡ്രോൺ ആക്രമണങ്ങൾ ഇപ്പോൾ മോസ്കോ പോലുള്ള തന്ത്രപ്രധാന നഗരങ്ങളെ ലക്ഷ്യമിടുന്നത് റഷ്യയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുദ്ധം നീണ്ടുപോകുന്തോറും റഷ്യൻ വ്യോമ പ്രതിരോധത്തിന്റെ കാര്യക്ഷമത പരീക്ഷിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് യുക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.